വാസു സാർ അതിനുശേഷം പ്രഭുവിനോട് സംസാരിക്കാറില്ല. കൊറോണയും വന്നു, ലോകം തന്നെ മാറിപ്പോയി. വാസു സാറാണെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റും. പ്രഭു തനിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായ സ്വന്തം വീട് വാങ്ങണമെന്ന്. ഈശ്വര, അച്ഛൻ കൂടെയുള്ളപ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റിയ മതിയായിരുന്നു എന്ന്. അച്ഛനെന്താ ഇവിടെ? ഓ, ചെക്കപ്പിന് വന്നെയാണോ? വീട്ടിലേക്കല്ലേ പോന്നേ? ഒരുമിച്ച് പോയാലോ അച്ഛാ? ബൈക്ക് ബുക്ക് ചെയ്തായിരുന്നോ സാർ? ഐഷു കരഞ്ഞോണ്ടിരിക്കുക, എന്താന്നറിയില്ല. ഞാൻ റോഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നു. വണ്ടിയിൽ വരുന്നോന്ന് ചോദിച്ചു. ഇത്ര വർഷമായിട്ട് നിങ്ങളുടെ ദേഷ്യത്തിന് ഒരു കുറവുമില്ല. ഇതൊക്കെ തെറ്റാ. ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ ആള് തന്നെ മാറിപ്പോയി. നിങ്ങളുടെ ദേഷ്യം പ്രഭു കല്യാണം വേണ്ടാന്ന് പറഞ്ഞതല്ല, ആ വീട് വേണ്ടാന്ന് വെച്ചതുകൊണ്ടാ. എന്താ ബ്രോ ഇത്? ആഴ്ചയിൽ 6 ദിവസവും സാറ്റർഡേയും വർക്ക് ഉണ്ടെന്നാണല്ലോ മെയിൽ വന്നേക്കുന്നത്. യെസ് പ്രഭു. സാർ മെയിൽ കിട്ടിയായിരുന്നു. എന്താ സാർ ഇത്? മെയിൽ കണ്ടില്ലേ പ്രഭു? എന്താ വായിച്ചില്ലേ? സാർ ഡെയിലി 12 hours ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ശനിയാഴ്ചയും കൂടെ എങ്ങനെയാ സാർ? ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നോ? അത് ചെയ്തല്ലേ മതിയാവൂ. ചെല്ല്. പറ്റില്ല സാർ. പറ്റില്ലെന്ന് വെച്ചാ മനസ്സിലായില്ല. തനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ഇവിടെ നിനക്ക് വർക്ക് ചെയ്യാം. അല്ലെന്ന് വെച്ചാൽ ജോലി റിസൈൻ ചെയ്ത് ഇവിടുന്ന് പുറത്തു പോവാം. ചോയ്സസ് യുവേഴ്സ്. ഒരു മിനിറ്റ്. ഇപ്പം തൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വളരെ ശാന്തമായിട്ട് സമാധാനത്തോടെ ആലോചിച്ച് പറയും. ദേഷ്യം പിടിച്ച് ജോലി കളഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? കോവിഡിന് ശേഷം ജോലി ഉള്ളത് തന്നെ ഭാഗ്യം എന്ന് പറയാം. ആലോചിച്ച് നോക്ക്. ആ പ്രഭു, നമ്മൾ സംസാരിച്ച ടീമിൽ മുഴുവൻ കൺവേ ചെയ്തേക്ക്. ഓരോരുത്തരോട് സംസാരിച്ച് കളയാൻ സമയമില്ലേ? വരിക. അവൻ എങ്ങനെയാ എന്നോട് സംസാരിച്ചെന്നറിയോ? വൃത്തിയായിട്ടവൻ. അവൻ്റെ കാരണം നോക്കിയൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. എന്തൊക്കെയാ പറയുന്നേ? കൈവച്ചിട്ട് ബ്ലാക്ക് മാർക്ക് എങ്ങാനും ആയാലോ? പിന്നെ നിനക്ക് എവിടെ ജോലി കിട്ടാനാ? ദേഷ്യം പഠിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല പ്രഭു. അടുത്ത മാസം അപ്രൈസിലാവുമല്ലോ. അതിനുശേഷം വേറെ ജോലി നോക്കാം. ജോലി മര്യാദയ്ക്ക് ചെയ്, എല്ലാം ശരിയാവും. ബാങ്ക് മാനേജറാണല്ലോ. എടുക്കെടുക്കേ. ഹലോ. പ്രഭു. ആ സാർ പറഞ്ഞോളൂ. കൺഗ്രാറ്റ്സ് പ്രഭു, തന്റെ ഹോം ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. സാർ താങ്ക് യു സാർ, ഒരുപാട് നന്ദി സാർ. തന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ. ആ സാർ, ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സാർ. അച്ഛനോട് പറ. അച്ഛാ, ഹൗസിംഗ് ലോൺ സാങ്ഷൻ അയച്ച
അച്ഛാ, ഏത് ഹോസ്പിറ്റല്? സാറേ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ നോക്കാതിരിക്കാൻ. സാറേ ഇത് ഇവിടെ തന്നെ പറഞ്ഞു തീർക്കുന്നതല്ലേ, ഡൊമസ്റ്റിക് വയലൻസ് കേസാ, മനസ്സിലായോ? അറിയാം സാറേ. സർ ഒരു മിനിറ്റ് സർ, പ്ലീസ്. സാർ ഇത് നമുക്ക് പറഞ്ഞു നിർത്താൻ പോരെ. ഇതങ്ങനെ കേസാക്കാൻ നിൽക്കരുത് സർ, പ്ലീസ്. ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വരാം, പ്ലീസ് സർ. ഒരു 10 ശരി, മിനിറ്റ് ചെല്ല്. വാച്ച നടക്കച്ച. പ്രഭു, ആരതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഡാ നീ ഒന്ന് അകത്ത് പോയി നോക്ക്. നേരെ എസ്കേപ്പാ മാഡം, കണ്ണു പോയാനേ. ഒന്നും പറ്റിയില്ലല്ലോ. ഡൊമസ്റ്റിക് വയലൻസ് ചാർജ് ചെയ്ത് ഇവിടേക്ക് അകത്ത് വിടണം സാറേ. സാർ കേസൊക്കെ എന്തിനാ സാറേ? ഞാൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം സാറേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ സാറേ. ഏയ് അച്ഛാ, വേണ്ട. അച്ഛാ. എന്താ ചെയ്ത്? അച്ഛൻ എന്തിനാ കാലിൽ വീഴുന്നേ? എടി ഒന്ന് ഞാൻ മിണ്ടാതിരിക്ക്. പറഞ്ഞോ? ഞാൻ പറഞ്ഞോളാം, നീ നിർത്ത്. സാറേ, സാറിൻ്റെ അടുത്ത് അപേക്ഷിച്ചിട്ടൊന്നുമല്ല. പോലീസ് കേസ് ഉണ്ടായാലേ എന്റെ കുടുംബത്തിന് മാനാ പോകുന്നത്. അതുകൊണ്ട് മാത്രം വിടുവാ. കൂട്ടിക്കൊണ്ട് പൊക്കോ സാറേ. ഒന്ന് പറയേ. വിളിച്ചോണ്ട് പോകാൻ നോക്ക്. മിണ്ടാതെ വാ ആരതി, മിണ്ടാതൊന്നും നടക്കടി. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്താ ഉണ്ടായി ആരതി? ടയർഡാടാ, രാവിലെ സംസാരിക്കാം. ഭർത്താവിനെയാണോടി കൈ നീട്ടി അടിക്കുന്നത്? ഇത്ര വർഷമായിട്ടും ഭർത്താവ് നിന്നെ തല്ലിയിട്ടുണ്ടോ? അടിച്ച മാത്രമാണ് വയലൻസ്. എന്തേലൊക്കെ കാണിക്ക. ഇത്രയും കാശും മുടക്കി വലിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചിട്ട് അത് തന്നെ പ്രശ്നം. അതാണ് പ്രശ്നം. വലിയ കുടുംബത്തിലേക്ക് ഒന്നും ആലോചിക്കാതെ കല്യാണം കഴിച്ചു വിട്ടില്ലേ? അതാ പ്രശ്നം. എങ്ങനത്തെ കുടുംബമാണെന്നറിയോ അത്? പണത്തിന്റെ അഹങ്കാരം ആ വീട്ടിലുള്ള എല്ലാവരുടെ രക്തത്തിലുണ്ട്. എല്ലാരെയും അടിമകളാക്കണമെന്ന് വിചാരിക്കുന്ന സൈക്കോസ്. മൂത്ത മരുമോള് ഡിവോഴ്സ് വാങ്ങിപ്പോയി. രണ്ടാമത്തെ മരുമോളുമായിട്ട് പ്രശ്നം. എന്തിനാ നമ്മുടെ അടുത്തേക്ക് വന്നേന്നറിയോ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അവരുടെ അടിമയായി നിൽക്കാൻ വേണ്ടി. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഈ 4 വർഷത്തില് ഒരു ദിവസം പോലും എന്നെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. ശമ്പളമില്ലാത്ത വേലക്കാരിയ. അവന്റെ ചേട്ടന്മാരുടെ ഷഡ്ഡി വരെ ഞാൻ വേണം കഴുകി കൊടുക്കാൻ. ഞങ്ങളോട് പറയായിരുന്നില്ലേ മോളെ? എനിക്ക് വേണ്ടി വീട് പോലും വേണ്ടെന്ന് വെച്ച് കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചതല്ലേ? നിങ്ങളോട് എങ്ങനെ പറയും ഞാൻ? അതുകൊണ്ട് ഇത്രയും നാളും സഹിച്ചിരുന്നേ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതായി. അപ്പോഴേക്കും ഇവള് ജനിച്ചു. എനിക്ക് പേടിയാവാൻ തുടങ്ങി. അവിടെ ഒന്നും മാറിയിട്ടില്ല. മനസ്സും ശരീരവും രണ്ടും വേദനിക്ക്. ഇവളുടെ അച്ഛനോട് പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ഇതൊക്കെ സഹിച്ചേ പറ്റൂന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു, എന്നോട് നിങ്ങൾക്ക് കുറച്ചു പോലും സ്നേഹമില്ലേന്ന്. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ പിന്നെ എങ്ങനെ എന്റെ കൂടെ കിടന്ന് കുഞ്ഞിനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ലാന്ന് പറഞ്ഞു. അതായിരുന്നു ബ്രേക്കിംഗ് പോയിന്റ്. പോടാ ചെറ്റേന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിച്ചു. അങ്ങനെ എല്ലാം വേണ്ടത് വെച്ച് ഞാൻ
ആ